നിന്ന് നീ പുറത്തു പോയേ തീരൂ. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങളെ, മതാവകാശങ്ങളെ, അവരുടെ അനുഷ്ഠാനങ്ങളെ, അവരുടെ ജാതീയമായ, അവരുടെ വംശീയമായ, അവരുടെ മതപരമായ, സാംസ്കാരികമായ അസ്തിത്വത്തെ നിങ്ങൾ തകർക്കാനും അത് അട്ടിമറിക്കാനും വേണ്ടി അവർ ശ്രമിച്ചപ്പോൾ അവരോട് ഇന്ത്യ രാജ്യം ഒരുമിച്ച് നിന്ന് പോടാ പുറത്ത് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞതിന്റെ പക തീർക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യം വിട്ടുപോകാൻ അവർ നിർബന്ധിതമായ ആ പാതിരാത്രിയിൽ തന്നെ ഇന്ത്യ വിട്ടുപോയപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ചോദിച്ച നമുക്ക് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരുന്നതിന് പകരം നമ്മളെ രണ്ട് രാജ്യമായി വെട്ടിപ്പിളർന്ന് രണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം താലത്തിൽ വെച്ച് തന്നിട്ടാണ് ആ വൃത്തികെട്ടവന്മാർ രാജ്യം വിട്ടുപോയത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരന് പുറത്തു പോകാൻ രാജ്യം ആവശ്യപ്പെടുമ്പോൾ പുറത്തു പോയാൽ മതി. പക്ഷെ നമ്മൾ ഒരിക്കലും യോജിക്കരുത്, നാം ഒരിക്കലും ചേർന്ന് നിൽക്കരുത് എന്ന് വിചാരിച്ചിട്ട് സാക്ഷാൽ മൗണ്ട് ബാറ്റൺ പ്രഭു എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നമ്മളെ മതത്തിന്റെ പേരിൽ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മതത്തിന്റെ പേരിലൊന്നും ഇവിടെ വിഭജനമാർക്കും വേണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ കാശ്മീറൊക്കെ നമ്മുടെ രാജ്യത്ത് വീണ്ടും വലിയ ചർച്ചയായി മാറുമ്പോൾ കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ നിരപരാധരായ ടൂറിസ്റ്റുകൾ വളരെ ക്രൂരമായ നിലയിലുള്ള ഭേദ്യത്തിന് വിധേയമായി അവരിൽ 28ഓളം സഹോദരങ്ങളോ എത്രയെന്ന് കൃത്യമായി എനിക്ക് എണ്ണമറിയില്ല, ഏതാണ്ട് 30-ൽ താഴെ ആളുകൾ അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന്റെ അങ്ങേ അറ്റത്തെ മനോവേദന നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ആക്കിയേച്ചു പോയത് നമ്മുടെ രാജ്യനിവാസികളല്ല. സത്യത്തിൽ 200 ആണ്ട് നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരന്റെ ഏറ്റവും വലിയ കൊള്ളരുതായ്മയ്ക്ക് നമ്മൾ ഇരയാക്കപ്പെടുകയായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് അവനെ നിരാകരിക്കുകയും അവനെ ഈ നാട്ടിൽ നട്ടുപിടിപ്പിച്ച ഡിവൈഡ് ആൻഡ് റൂൾ, ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരമുറപ്പിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തെ വളരെ തന്ത്രപരമായി, മാതൃകാപരമായി, മനോഹരമായ, ലോകോത്തരമായ ഒരു ഭരണഘടന നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചൊരു ഭരണം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ട, ബ്രിട്ടീഷുകാരൻ ചെയ്തതുപോലെ എന്ന് തീരുമാനിച്ച് എല്ലാവരുടെയും അവകാശങ്ങൾ ഒരുപോലെ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ഭരണഘടന നമ്മുടെ രാഷ്ട്രശില്പികൾ നമുക്ക് സമ്മാനിക്കുക മാത്രമല്ല, ആ ഭരണഘടനയുടെ കാവൽക്കാരായി ഈ രാജ്യത്തിന്റെ നമ്മുടെ പൂർവികന്മാരായ ഭരണകർത്താക്കൾ, അവർ പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ, അവർക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരുടെയും അവരുടെ മതപരമായ, സാംസ്കാരികമായ അവകാശങ്ങളെ പരിഗണിക്കുന്ന, പരിലാളിക്കുന്ന തരത്തിൽ ഭരിച്ചു പോയപ്പോൾ നമ്മുടെ രാജ്യം ആ വിഭജനത്തിന്റെ മുറിപ്പാടുകളെ പയ്യെ പയ്യെ അതിജീവിച്ചു വരുന്നതിനിടയിലാണ്, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ബ്രിട്ടീഷുകാരൻ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയത് എന്താണ്? അവൻ ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നപ്പോൾ രണ്ടാക്കി. നമ്മൾ മറന്നു പോകരുത്, ആ കൊടും ഭീകരതയോട് നമ്മൾ പൊറുക്കാനും സന്ധി ചെയ്യാനും പാടില്ലാത്തതാണ്. കാശ്മീർ പോലും സത്യത്തിൽ എന്തുകൊണ്ടാണ് കാശ്മീർ എന്ന് പറയുന്നത്? അത് പാകിസ്ഥാന്, കാശ്മീർ അല്ലാത്ത പ്രദേശങ്ങൾ പാകിസ്ഥാന് പോയി. നമുക്ക് സത്യത്തിൽ അതിലും സങ്കടമുണ്ട്. ഇന്ത്യ ഇന്ത്യയായി നിന്നാൽ മതിയായിരുന്നു എന്നാണ് ഇന്ത്യയിലെ മുസൽമാൻ എന്നും ചിന്തിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ വിഭജനത്തിന്റെ ഏറ്റവും വലിയ നൊമ്പരവും വേദനയും അനുഭവിക്കുന്ന ഒരു സമുദായം ഈ രാജ്യത്തുണ്ടെങ്കിൽ വിഭജനത്തിന്റെ പേരിലുള്ള ഏറ്റവും വലിയ വേദന ഇന്ത്യയിലെ മുസ്ലിമാണ് അനുഭവിക്കുന്നത്. കാരണം ഒന്നിച്ചു നിന്നാൽ വലിയ ശക്തിയാകുമായിരുന്നല്ലോ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, അല്ലേ? സ്വാഭാവികമായും ഒരു വൻ ശക്തിയായി നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പം നിലനിൽക്കുമ്പോഴല്ലേ ശാക്തികമായും പരസ്പരം പരിഗണിക്കപ്പെടുക. മറിച്ച് ഇന്ത്യയെ ബ്രിട്ടീഷുകാരൻ വെട്ടിപ്പിളർന്നു, ആ പാകിസ്ഥാനെ വീണ്ടും ബംഗ്ലാദേശായി വെട്ടിപ്പിളർന്നു. അങ്ങനെ 3 രാജ്യങ്ങളിലുമുള്ള ജനസംഖ്യ ഇന്ന് പരിശോധിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് 80 കോടിയോളമാ കാണാൻ കഴിയുക. ഇവിടുത്തെ 35 കോടിയും പാകിസ്ഥാനിലെ 25 കോടിയും അവിടുത്തെ 20 കോടിയും കൂട്ടിച്ചേർത്താൽ 80 കോടിയോളം മുസ്ലിം ജനസംഖ്യ ഇന്ത്യ രാജ്യത്ത് വിഭജനം നടന്നാക്കാതിരുന്നാൽ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് വിഭജനമൊന്നും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയതോ മുസ്ലിം പണ്ഡിതന്മാരുടെ മോഹമോ ഇവിടുത്തെ മുസ്ലിം ബഹുജനങ്ങളുടെ താല്പര്യമോ ആയിരുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വാസ്തവത്തിൽ അവരെത്ര വിഡ്ഢികളാണ്. വിഭജിച്ചു സ്വയം നശിക്കാൻ വേണ്ടിയിട്ട് ഒരു സമുദായം തയ്യാറാകുമെന്ന് ആരാ പറഞ്ഞേ? അതുകൊണ്ട് ഈ വിഭജനത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് നമ്മളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ അന്നത്തെ പാദസേവകന്മാരായ ഭരണാധികാരികൾ ഇന്ന് അധികാരത്തിൽ കയറിയിരിക്കുന്നതിന്റെ ദുരന്തം ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തെ വിഭജനത്തിലേക്ക് എത്തിക്കുമോ? ഈ രാജ്യത്തെ ജനങ്ങളെ വീണ്ടും തെരുവിലിറക്കുമോ അവരുടെ ന്യായമായ അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എന്ന് ചിന്തിക്കേണ്ടിടത്താണ് നമ്മളെല്ലാവരും എത്തി നിൽക്കണേ. ഞാനൊരു കാര്യം സാന്ദർഭികമായി പറഞ്ഞുകൊള്ളട്ടെ. വിഭജനം എന്ന് പറയുന്നത് ആകപ്പാടെ ഇന്ത്യയെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരൊറ്റ വിഭജനമേ നടന്നിട്ടുള്ളെന്നാ പലരും വിചാരിച്ചു വെച്ചേക്കണേ. ഒറ്റ വിഭജനമേ നടന്നിട്ടുള്ളെങ്കിൽ വിഭജനത്തിന്റെ ഒരു ഉത്തരവാദി മുസ്ലിം സമുദായമാണെന്ന് വേണേൽ സമ്മതിക്കാം. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, നേപ്പാൾ ഇന്ത്യ ആയിരുന്നില്ലേ?
ഹിന്ദുക്കളുടെ ഒരു രാജ്യമായി അപ്പുറത്ത് നിൽപ്പില്ലേ? ആരാ വിഭജിച്ചേ? മുസ്ലിങ്ങൾ ചോദിച്ചിട്ട് കൊടുത്താണോ? ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലേ? ആരാ വിഭജിച്ചത്? മുസ്ലിങ്ങൾ ചോദിച്ചിട്ട് കൊടുത്താണോ? മ്യാൻമർ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലേ? ആരാ വിഭജിച്ചത്? മുസ്ലിങ്ങൾ ചോദിച്ചിട്ട് കൊടുത്താണോ? ഇങ്ങനെ വിഭജിച്ച് ഇന്ത്യയെ തുണ്ടമാക്കുക എന്ന സാമ്രാജ്യ ശക്തികളുടെ ഇംഗിതങ്ങൾക്ക് ഇതിനു മുമ്പും ഇന്ത്യ വിധേയമായിട്ടുണ്ട്. ഒരേ ഒരു വിഭജനമല്ല പാകിസ്ഥാന്റെ പേരിൽ നടന്നത്. മ്യാൻമർ ബുദ്ധന്മാരുടെ ഔദ്യോഗികമായി ബുദ്ധമതം പ്രഖ്യാപിച്ച രാജ്യമാണ്. ശ്രീലങ്കയും ഔദ്യോഗികമായി ബുദ്ധമതം പ്രഖ്യാപിച്ച രാജ്യമാണ്. നേപ്പാൾ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചെങ്കിൽ ഒരൊറ്റ വിഭജനത്തിന്റെ പേരിൽ അത് മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കാത്ത, ഞാനിത് പറയുമ്പോൾ പറയട്ടെ, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമുണ്ട്. മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്നാ അതിനെ പറയുക. ആ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ